ഹലോ. ഈ ഒരു ഫോട്ടോൻ്റെ കഥയിലില്ലേ ഒരു വലിയൊരു കഥയുണ്ട്. മാറിപ്പോയി. ഈ ഫോട്ടോയുടെ പിന്നിൽ ഒരു വലിയൊരു കഥയുണ്ട്. ശ്രീ MG ശ്രീകുമാർ നമ്മുടെ HL അയ്യപ്പൻ വന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാട്ട് ഇഷ്ടപ്പെടാത്ത ഒരു മലയാളി ഉണ്ടാവില്ല എന്നതാണ് എൻ്റെ ഒരു നിഗമനം. നിങ്ങൾ വിശ്വസിക്കുമെന്നറിയില്ല. എനിക്ക് സങ്കടം വരുമ്പോൾ ഞാൻ കേൾക്കുന്ന പാട്ട് എന്ന് പറയുന്നത് പങ്കാ ഗണപതി, പാലാഴ്ചയിലൂടെ, അങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് സങ്കടമുള്ള ഭക്തിഗാനങ്ങൾ കേട്ടിട്ട് സങ്കടപ്പെടുകയാണെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ഞാൻ അത്രയും ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ പാടിയ ഒരാൾ എൻ്റെ മുന്നിൽ വന്നിട്ട് പാട്ട് പാടുന്നത് എൻ്റെ സ്വപ്നത്തിൽ ഞാൻ വിചാരിച്ചല്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ആർട്ടിഫിഷ്യലായിട്ട് തോന്നും. പക്ഷേ എൻ്റെ അനുഭവവും എനിക്കുണ്ടായ ആ ഒരു അന്നത്തെ ഒരു ഫീലിങ്സുമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. പ്രോഗ്രാം കഴിഞ്ഞിട്ട് അദ്ദേഹം ലാസ്റ്റ് പോകാനൊരുങ്ങുമ്പോൾ എൻ്റെ സൈഡിലൂടെയാണ് പോയത്. അപ്പോൾ വെറുതെ ഒന്ന് ചോദിച്ചതാ, സാറേ ഒരു സെൽഫി എടുത്തോട്ടെ. അപ്പോൾ നടുക്കിരിക്കുന്ന ഒരാൾ പറഞ്ഞു ഇല്ല പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എത്ര മാന്യമായിട്ടാണ് റിപ്ലൈ ചെയ്തത്, ഇല്ല കുഴപ്പമില്ല എടുത്തോളൂ. അപ്പോൾ എനിക്ക് പോസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ നടുക്ക് നിൽക്കുന്ന മനുഷ്യനാണ് ഇല്ല എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. പക്ഷെ അയാളെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇത്രയും ഒരു വലിയൊരാളെ എങ്ങനെയെങ്കിലും സേഫായിട്ട് തിരികെ എത്തിക്കണം എന്നല്ലേ അദ്ദേഹവും ശ്രമിക്കും. അദ്ദേഹത്തിന് എന്നെ ഓർമ്മ പോലും കാണില്ല. പക്ഷെ എൻ്റെ ലൈഫിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മൊമെന്റ്സ് ആണ്. അദ്ദേഹം പഴയ കുറച്ച് പാട്ടുകൾ ഞാനിവിടെ കാണിച്ചു തരാം. ആരോടം കേട്ടതുപോലെ അയ്യന്റെ നെഞ്ചരിഞ്ഞു പാടി ഞാൻ സ്വാമി നാമ സംഗീതം കാന്തമെല്ലാം പണികളിലെ പ്രാർത്ഥന ചൊല്ലി ശങ്കരനാഥമായി ഞാൻ സർവമന്ത്രമായി സത്യദീപം നിറകിൽ ചാർത്തിയ നെയ്യാനയ്യാ തുളസി മണിയണിഞ്ഞ് മനസ്സ് തിരിയുടിഞ്ഞ് കറുത്തു മുളുത്തു വരുന്നയ്യപ്പ